എന്താണ് അതിൻ്റെ അകത്ത് പോയി കളിച്ച് തകർത്ത് വന്ന ഫിറോസ് ഖാനെ മനസ്സിലാക്കാനുള്ളത്? ജിൻഡോ ഗെയിമർ ആയിരുന്നോ, അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ആണോ ആ ഒരു അഭിനയം? ഈ പണ്ട് നമ്മൾ ബാലമംഗളം അതിനകത്ത് ഒരു ശിക്കാരി ശംഭു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പുള്ളി ഒന്നും ചെയ്യുന്നില്ല ആക്ച്വലി, പക്ഷേ അവസാനം ക്രെഡിറ്റ് പുള്ളിയിലേക്ക് വരും. ഇപ്പോൾ വേട്ടയാടാനായിട്ട് ഒരു സിംഹത്തെ വേട്ടയാടാൻ പോകുന്നുണ്ട്. എങ്ങനെയോ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു ചില്ല വന്ന് വീണിട്ട് അത് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് തോക്കം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുന്നു. ആ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി ജിൻഡോ. എനിക്ക് ജിൻഡോ യഥാർത്ഥം ഇഷ്ടമാണ്. ആ സൈസേ ഉള്ളൂ. ആള് വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണ്. എനിക്ക് ശരിക്കും ഒരു ശിക്കാരി ശംഭുവായിട്ടാണ് എനിക്ക് അതിൽ തോന്നുന്നത്. വരട്ടെ, രസമുണ്ട്. അത് വേറൊരു ഗെയിം, ഒരു പുള്ളി അറിയാതെ തന്നെ അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. മനസ്സിലായി? യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഇങ്ങനെ ചിന്തിച്ച് ഒരു ഗെയിം അയാളെ ഇങ്ങനെ അതൊന്നും അറിയില്ല പുള്ളിക്ക്. പക്ഷെ എന്തൊക്കെയോ ലക്കും കാര്യങ്ങളും സംഭവിച്ച് പുള്ളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് വരുന്നത്. പുള്ളി ഒരു ഗെയിമറായിട്ടല്ല, പുള്ളി ഒട്ടും ഒരു ഗെയിമറേ അല്ല, ബിഗ് ബോസിന് പറ്റിയ ഒരു ഗെയിമറല്ല. പക്ഷെ എന്തോ ഫിറോസ് ഖാൻ പറയാൻ കാരണം എന്തോ, അത് ഗെയിം കളിക്കാത്തതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തരുന്ന ആക്ടിവിറ്റി മാത്രമല്ല, പിന്നെ നമ്മൾക്ക് അതിനകത്ത്, അതായത് ഇപ്പൊ ഒരു സംഭാഷണം തന്നെ എടുത്താൽ സംസാരിച്ച് വിജയിക്കുന്ന ഒരു ഗെയിമാണെന്ന് കൂട്ടിക്കോ. പറ്റില്ല. അതേ കണക്ക് വേറൊരു ഫിസിക്കൽ അല്ല വേറൊരു ഗെയിമില്ലേ, എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ളൊരു സാധനം കൊടുത്താൽ പുള്ളി ചെയ്യില്ല. യഥാർത്ഥത്തിൽ പുള്ളിക്ക് പറയാനും ചെയ്യാനുമുള്ള ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ അതൊന്നും പുള്ളിക്ക് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് അല്ല പുള്ളിക്കുള്ളത്. അത് ശ്രദ്ധിച്ചാൽ മതി. ജാസ്മിന് സംസാരിക്കാൻ കഴിവുണ്ട്. ജാസ്മിന് സംസാരിക്കാൻ വളരെ വലിയ കഴിവുള്ള കുട്ടിയാണ്. ഭയങ്കര ബുദ്ധിയായിട്ട് ചിന്തിക്കാനും കഴിവുള്ളതാണ്. പക്ഷേ ഇതിൽ പാളിപ്പോയി. ഈ പ്രണയ ഇതിൽ വന്നപ്പോഴത്തേക്ക് പാളിപ്പോയി. അതിന് എത്ര ബുദ്ധിയുള്ളവരായാലും എത്ര കഴിവുള്ളവരും, ഇപ്പോൾ സിനിമ തന്നെ വലിയ ഡയറക്ടേഴ്സ് എടുത്ത് വിജയിച്ച പടമുണ്ട്, തോറ്റ പടങ്ങളുമുണ്ട്. എല്ലാവരും എപ്പോഴും വിജയിക്കണമെന്നില്ല. പക്ഷേ ഈ ബിഗ് ബോസിൽ ജാസ്മിന് ഒരു തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു പ്രണയം എന്നുള്ള സ്ട്രാറ്റജി എടുത്തത്. പക്ഷെ നോറ തന്നെ പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിക്കും പുറത്ത് വെച്ച് അറിയാം. പുറത്ത് വെച്ച് അറിയുന്നോ അറിയാത്ത അല്ല അവിടെ വിഷയം. അവർ ചെയ്ത ആ ഗെയിം എന്ത് വൃത്തികെട്ട ഗെയിമാണത്. അതാണ് നമ്മൾ ഇത്ര വെറുത്തു പോകുന്നത്. അല്ലേ പിന്നെ പ്രേമിച്ച് കെട്ടണം അതിൻ്റെ അകത്തല്ലേ, പേളിയെ പോലൊക്കെ. അത് ആ പ്രേമിച്ച് കിട്ടണമെന്ന പ്രേമത്തിനൊരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യത്തുള്ള പ്രണയമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അല്ല, അവർ കെട്ടിയില്ലെങ്കിൽ പോലും അതൊരു സൗന്ദര്യമുള്ള പ്രണയമായിരുന്നു നമ്മളിങ്ങനെ പറയില്ല. അവരൊരുമാതിരി പ്രണയിക്കുന്നോ? ഇല്ല. എന്നാൽ പ്രണയിക്കുന്നില്ലയോ? ഉണ്ട്. ഫ്രണ്ടാണ്. കെട്ടാൻ പറ്റുമോ? ഇല്ല. അതിന് പ്രണയമായിട്ട് പറയാൻ പറ്റും. അതിനെ ഒരുമാതിരി ജാസ്മിൻ പറയുന്നത് ഞാൻ ഈ ഹൗസിൽ വന്നു, ഗബ്രിയെ കണ്ടു, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ കണക്ട് ആയി. അങ്ങനെ ആകാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ട് കണക്ട് ആകുമെന്ന്. ഒരു ആണിന് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കണക്ട് ആകാം, പക്ഷെ ഒരു പെണ്ണിന് എനിക്ക് തോന്നുന്നില്ല കണക്ട് ആകില്ല. അല്ലേ? അത് പറയുമ്പോൾ അവന്റെ ചിരി ഉണ്ടോ, നീ ഒരു ദിവസം കൊണ്ട് എത്ര പേരെ കണക്ട് ചെയ്തിട്ടുണ്ടോ? പറ്റില്ല, അങ്ങനെ പറ്റില്ല. അത് ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഒറ്റ ദിവസം ഒരാളെ കൊണ്ട് കണ്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രണയത്തിൽ ഏർപ്പെടുന്നത് പറ്റുമോ? അത് പറ്റില്ല. ഇവർ ഒരു ദിവസം പോലും എടുത്തില്ല. ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ അവർ കണ്ണും നോക്കി പ്രണയം തുടങ്ങിയില്ലേ. അത് പ്രണയം ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. പ്രണയമല്ല അല്ലെന്നാ പറയുന്നത്. അതാണ്. ഇന്നിപ്പോ ഒരു പക്ഷെ ജാസ്മിന് മനസ്സിലായി കാണുമോ പുറത്ത് ഇങ്ങനെയൊക്കെ എന്നെ പറ്റി പരക്കുന്നുണ്ടെന്നൊക്കെ? ചിലപ്പം ആയേക്കാം, എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നേരിടാനുള്ള തൻ്റെ ഇടം വേണം. അല്ല, ആ കുട്ടിക്ക് എന്ത് നേരിടാനുള്ള തൻ്റെ ഇടമുള്ള കുട്ടിയാണ്. ഒരു ഗെയിമിലോട്ട് പോവാം. നമുക്ക് കുറച്ച് മൃഗങ്ങളുടെ പേര് ഞാൻ പറയും, അത് ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റുകൾ വെച്ച് ആരായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് പറയണം. നീ എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലേ? ഒന്നാമത്തെ ആവശ്യത്തിലധികം വിവാദങ്ങളുണ്ട്. എന്നാലും പറ. കുറുക്കൻ അല്ല, കുറുക്കനാണ് ഇപ്പൊ മറ്റേ ഔട്ടായി പോയ പയ്യൻ ഗബ്രി കുറുക്കനാ. അവൻ്റെ കുറുക്കനാ. അതായത് ഗബ്രിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നോ ഞാൻ ഇത്ര ഗെയിം കളിക്കത്തുള്ളൂ? അവന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, അവൻ ലാസ്റ്റ് ഫൈനൽ ഡേ അവൻ ഔട്ടായ സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് അവിടെ ചെന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്. അത് വലിയ ശ്രദ്ധയിലേക്ക് പോയിട്ടില്ല. ഞാൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ജാസ്മിൻ്റെ പേര് ശ്രദ്ധിച്ചോ? ഞാൻ പറയാം. ഞാൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് എല്ലാവരുടെ അടുത്തും കോമൺലി അവൻ യാത്ര പറഞ്ഞ് എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ഒരിക്കൽ പോലും ജാസ്മിൻ എന്ന പേര് അവൻ എടുത്ത് പറയുകയോ ജാസ്മിന് ഒരു പ്രിഫറൻസും അവിടെ കൊടുത്തിട്ടുമില്ല. സോ അവൻ്റെ ഗെയിമായിരുന്നു അത്. പക്ഷെ അതിന് ഉത്തരം ഗബ്രി പറയുന്നുണ്ട്. എന്താണ്? ഞാൻ ഓൾറെഡി അകത്ത് വെച്ച് ജാസ്മിനോട് യാത്ര പറഞ്ഞു. അകത്ത് വെച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അകത്ത് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തില്ലേ ഗെയിം? ആ യാത്ര പറയുന്നത് വരെ ഗെയിം അല്ലേ? ഓക്കെ മനസ്സിലായോ? അകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അകത്ത് വെച്ചെല്ലാം അതാ കഥാപാത്രമായിരുന്നു അവൻ. ആ ബായിലൂടെ അത് കഴിഞ്ഞു. അവൻ അതെല്ലാം അകത്ത് ഉപേക്ഷിച്ചിട്ട് ഇപ്പം പൂർണ്ണമായി വേറൊരു ഗബ്രി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതാണ് അതിനർത്ഥം. പക്ഷെ ഈ ഒരു പ്രണയത്തിൽ ജാസ്മിന് മനസ്സിൽ പിടിച്ചുപോയി തോന്നുന്നുണ്ടോ?
അത് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ചില മനുഷ്യരെ നമുക്ക് മാസ്ക് ഇട്ട് നിന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ജാസ്മിന് പ്രണയം തോന്നിയോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ തോന്നിക്കാണും. ഇടയ്ക്കൊക്കെ മനുഷ്യരല്ലേ, ഇവൻ്റെ ഈ രീതിയിലൊക്കെ പ്രണയം തോന്നിക്കാണും. പക്ഷെ ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും ചിലർ ഇങ്ങനെ ട്വിസ്റ്റഡ് ആണ്. അതൊരു റിയൽ പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. അതെ ചില ആൾക്കാർക്കൊക്കെ 10 12 കാണും. അതെ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ് ജാസ്മിന് 12 ഉണ്ടെന്നും പറഞ്ഞു ഒരു പരിമിതിയൊക്കെ വേണ്ടേ, ഒരു കാര്യം പറയുന്നില്ലേ, ഒരു മയമൊക്കെ വേണ്ടേ. അപ്പോൾ അല്ല, അങ്ങനെയല്ല. പക്ഷെ അതൊരു ആ ഒരു സുഖമില്ലാത്ത പ്രണയമായിപ്പോയി. അതാണ് ഇത്ര നമുക്ക് വെറുപ്പ് തോന്നുന്നത്. ഒരു പ്രണയത്തിനൊക്കെ ഒരു ക്യൂട്ട്നെസ് വേണ്ടേ? തീർച്ചയായിട്ടും. അല്ലെ ആ മനോഹരമായ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. പ്രണയം ഒരു മനോഹരമാണ്, പക്ഷെ ഇതിനെ പ്രണയം എന്ന് പോലും ഇട്ട് വിളിക്കാൻ പറ്റില്ല. ഇത് ഒരുമാതിരി ഉടായ്പ സംഭവമായി പോയി. വൈൽഡ് കാർഡുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സീസണിലെ? വൈൽഡ് കാർഡിൽ അല്പമെങ്കിലും ഒരു അനക്കം സൃഷ്ടിച്ചത് സിബിനായിരുന്നു. അതിനപ്പുറത്തോടൊരു പേരില്ല, ഒരു പേരില്ല. പിന്നെ വേണമെങ്കിൽ ഒന്ന് ചെറുതായി തമ്മിൽ ഭേദം നന്ദന എന്ന് പറയാം. വേറെ ആരുണ്ട്? വേറെ ആരുമില്ല. സിബിൻ പക്ഷെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ കപ്പടിക്കാൻ പറ്റില്ല. അതെന്തൊരു കപ്പ് കൊടുക്കലാണ്. കാരണം 2 മാസമായിട്ട് 2 മാസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടവർ, കൂടാതെ ലാസ്റ്റത്തെ 1 മാസം നിൽക്കുന്ന ഒരാൾക്ക് കപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല വൈൽഡ് കാർഡ് കിട്ടുന്ന ഈ 2 മാസം കഴിഞ്ഞ് കയറ്റിയിട്ടുള്ള ഏത് സീസണിലുള്ള ആർക്കാണ് കപ്പ് അടിച്ചിട്ടുള്ളത്? എത്ര വലിയ ഗെയിം കളിച്ചാലും നമ്മൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ളവരെ കയറ്റുന്നത് നിങ്ങൾക്ക് കപ്പില്ലെന്ന് പറഞ്ഞിട്ടാണോ കയറ്റുന്നത്? ഇല്ലെന്നല്ല, അത് നമ്മൾ തന്നെ ചിന്തിച്ചോ. അത് 100 ദിവസം അവിടെ ബാക്കി എല്ലാം സർവൈവ് ചെയ്ത് ഒരാൾ നിൽക്കുകയാണ്, അയാൾക്ക് കപ്പ് കൊടുക്കും. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അയാൾക്ക് കപ്പ് കൊടുക്കുമോ? അവസാനത്തെ 30 ദിവസത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാൾക്ക് കപ്പ് കൊടുക്കുമോ? എന്തെല്ലാം ഗെയിം ചെയ്ത് സർവൈവ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള അത്രയും 100 ദിവസം നിൽക്കുന്നത് എന്നുള്ള ഗെയിമേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കപ്പ് കൊടുക്കില്ലല്ലോ. ഈ 1 മാസം നിന്ന് കളിക്കുന്നവർക്ക് കപ്പ് കൊടുക്കില്ല. അതങ്ങനെ അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു സീസണിലും ഇല്ല. ഒരു ഏത് ലാംഗ്വേജ് എടുത്തു നോക്കിയോ? ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും. ഫോൺ അതിന് നമ്മൾ കയറുന്നതിന് എത്രയോ മണിക്കൂറുകൾ മുന്നേ തന്നെ ഫോൺ അവർ മേടിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. പിന്നെ ഇറങ്ങിയിട്ട് അടുത്ത ദിവസമാണ് തരുന്നത്. ഇറങ്ങുന്നതിൻ്റെ അന്നും തരില്ല, അതിന് അടുത്ത ദിവസമാണ് തരുന്നത്. കാരണം നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അന്നത്തെ എപ്പിസോഡ് അതിന് അടുത്ത ദിവസമല്ലേ കാണിക്കുള്ളൂ. ലൈവ് അല്ലല്ലോ അത്. അപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട് നമ്മൾ ഔട്ടായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് തരുന്നത്.